നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്ക ഇറാനിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. അതിന് തൊട്ടു മുന്നേയുള്ള 12 ദിവസങ്ങളിൽ ഇറാനിൽ കനത്ത ആക്രമണം നടത്തിയത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഇറാന് വലിയ ആഘാതം തന്നെ സൃഷ്ടിച്ചു. കനത്ത വ്യോമാക്രമണം ഏതാണ്ട് 2 ആഴ്ചക്കാലം ആ രാജ്യത്ത് നടത്തി. അതിനുശേഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിന് ഇസ്രായേലിന് സാധിക്കുമായിരുന്നില്ല. കാരണം ഭൂമിക്കടിയിലുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ ആണവ ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങളുള്ളത്. അത് തകർക്കണമെങ്കിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരമാണ് അമേരിക്ക അത്തരമൊരു ആക്രമണം നടത്തിയത്. അതോടുകൂടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അന്നത്തെ ആക്രമണത്തിന് ശേഷം വീണ്ടും അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതായത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഇറാനെ ആക്രമിക്കാനായി ബ്രിട്ടനിലെത്തിയതായിട്ടാണ് സൂചന വരുന്നത്. അതായത് ബ്രിട്ടീഷ് വ്യോമതാവളങ്ങളിൽ ഇടത്താവളങ്ങൾ കണ്ടെത്തി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനിൽ തീ തുപ്പുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷം തന്നെയാണ്. ഇറാനിലെ അയത്തുള്ള ഖമേനി സർക്കാരിനെതിരെ വലിയ ബഹുജന പ്രക്ഷോഭം ഇറാനിൽ ഉയർന്നിട്ടുണ്ട്. അത് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, അതായത് യുദ്ധത്തിന് ശേഷം അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. സമ്പദ് വ്യവസ്ഥ പാടെ തകർന്നിരിക്കുന്നു. വിലക്കയറ്റം 40-42% മുകളിലേക്ക് പോയിരിക്കുന്നു. ഇറാൻ്റെ ഈ കറൻസിയുടെ വില അത് വളരെയധികം മൂല്യം ഇടിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ അവിടെ വലിയ പ്രതിഷേധമുണ്ടാക്കാൻ ഇടയാക്കി. അയത്തുള്ള ഖമേനി രാജിവെക്കണം, ആ ഭരണകൂടം ഒഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻ കിരീടാവകാശിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ സംഘർഷങ്ങളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും നടക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പ്രക്ഷോഭങ്ങൾ തുടരുകയാണ്. പ്രക്ഷോഭങ്ങൾ കൃത്യമായി തന്നെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രക്ഷോഭങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇതുവരെ 45ഓളം പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിൽ ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. 2000-ലധികം ആളുകളെ ഇതിനോടകം തന്നെ ജയിലിൽ അടച്ചിട്ടുമുണ്ട്. പ്രക്ഷോഭകാരികളെ കൊന്നൊടുക്കിക്കൊണ്ട് പ്രക്ഷോഭം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇറാൻ ഫലം അനുഭവിക്കുമെന്നും തങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്നും അമേരിക്ക ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാനിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നീങ്ങുന്നതും. എന്തായാലും ഇൻ്റർനെറ്റ് അടക്കമുള്ള ടെലഫോൺ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് ആശയവിനിമയങ്ങളെല്ലാം അസാധ്യമാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ അയത്തുള്ള ഖമേനി ഭരണകൂടം അവിടുത്തെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഈ അവസാന ഘട്ട അടിച്ചമർത്തലിനും പ്രതിഷേധങ്ങൾ അവസാനിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അമേരിക്കയും ഇസ്രായേലും എല്ലാം ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ പിന്തുണയുമായി ഉണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ അമേരിക്കയുടെ ഭീഷണി പരസ്യമായി തന്നെ വന്നിട്ടുണ്ട്. അമേരിക്ക ഇനിയൊരു ആക്രമണം ഇറാനിൽ നടത്തിയാൽ അത് അയത്തുള്ള ഖമേനി നേതൃത്വം നൽകുന്ന ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ അവസാനമായിരിക്കും എന്നതാണ് വിലയിരുത്തൽ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.